നമ്മൾ ഡിഫറെൻ്റ് ആയ ഒന്നാണ് ചെയ്യുന്നത്, ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം? അതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പിലിടുന്നതിനൊക്കെ കല്ലുപ്പായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പോൾ അത് അവൈലബിൾ അല്ലാത്തവർ നമുക്ക് പൊടിയുപ്പിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഉപ്പിലിടുമ്പോൾ എപ്പോഴും ഉപ്പ് മുന്നിൽ നിൽക്കണം, ആ ഒരു ഇതിൽ വേണം നമ്മൾ ഇടാൻ. അപ്പോൾ എടുക്കുന്ന ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളമായാലും ഉപ്പായാലും ചേർക്കേണ്ടത്. ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഇനി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ കല്ലുപ്പിട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് ഇത് ചൂടാറട്ടെ. ആദ്യം ചെയ്യേണ്ട പണി ഇതാണ്. അപ്പം ഇനി നമ്മളിപ്പോൾ അതേ തിളപ്പിച്ച വെള്ളം ചൂടാറിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ ഉണ്ണിപ്പിണ്ടിയാണ്. അപ്പോൾ ഉണ്ണിപ്പിണ്ടി നമുക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് ഒന്നുകിൽ വട്ടഞ്ഞോ അല്ലെങ്കിൽ നീളത്തിലോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യം മുളക്. അപ്പോൾ കാന്താരി മുളകാണ് വെച്ചെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മുളകാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിതിൽ ഏകദേശം ഒരു 10-45 ഉണ്ടായിരിക്കും. അപ്പോൾ എരിവിനനുസരിച്ച് അത് നമ്മൾ എടുക്കുന്ന ഉണ്ണിപ്പിണ്ടിക്ക് അനുസരിച്ച് എരിവ് കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ കാന്താരി മുളക് തന്നെ ഉപ്പിലിട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മുളകിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-45 എടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഞെട്ടിന്ന് നമുക്ക് കളയൊന്നും വേണ്ട. ഇത് വീട്ടിലുള്ളത് തന്നെ ആയ കാരണം അധികം അത്ര വൃത്തികേടൊന്നുമില്ല. അഥവാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് വെച്ചെങ്കിൽ നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായി തുടച്ച് എന്നിട്ട് വേണം അച്ചാറിടാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് പൂപ്പലും വെള്ളപ്പാടൊക്കെ വരും. അപ്പോൾ അത് കാരണം നമ്മളിത് നന്നായി കഴുകി തുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മുളകായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ കുറച്ച് ഞാൻ വിനാഗിരി, അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അത്ര നിർബന്ധമൊന്നുമില്ല. എന്നാലും വിനാഗിരി ചേർക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചൊരു പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഇഷ്ടമുള്ളവർക്ക് നമുക്കത് ചേർക്കാം എന്ന് മാത്രം. അത് ഞാൻ ചേർക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു അളവ് പറഞ്ഞുതരാം. പിന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെക്കേണ്ട പാത്രം നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി തുടച്ച് വെക്കുക. അത് ഇനി അടുത്തതായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ണിപ്പിണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാളയംകുടമ്പഴത്തിൻ്റെ പിണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈയോടെ തന്നെ ഇതിൻ്റെ നാര് നമ്മൾ ചിറ്റിയെടുക്കണം. അങ്ങനെ കയ്യിൽ നമ്മൾ ഇതുപോലെ ചിറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊന്നും നനയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ അധികം കനത്തിലൊന്നും ആക്കിയെടുക്കണ്ട. ഇനി ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ പച്ചവെള്ളത്തിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞിടരുത്. നമ്മളിത് കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പിട്ട വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈയോടെ തന്നെ നമ്മൾ ഞാര് ഇങ്ങനെ ചിറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മളെല്ലാ പിണ്ടിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. കൈയോടെ തന്നെ നമ്മളിതുപോലെ നാര് ചിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് നാരുണ്ടാവില്ല. അത് ഈ ഒരു വാഴയ്ക്ക് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഇതിൻ്റെ പിണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാര് കൂടും. അപ്പോൾ മാക്സിമം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ നാരെടുത്ത് കളയുക. പിന്നെ നമ്മൾ ഇപ്പോൾ കാന്താരി മുളകൊക്കെ ഉപ്പിലിട്ടത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പിണ്ടിയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കയറും. നമുക്കിതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഇതിലേക്ക് നന്നായി എരിവ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ മുളക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലത്തെ എരിവൊക്കെ പെട്ടെന്ന് ഇറങ്ങും. ഇതിന് ഞെട്ടി കളയണമെന്നൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മുളകും ഇതുപോലെ ജസ്റ്റ് ഒരു ഓട്ടയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി അവസാനിച്ചു. ഇത്രയേ വേണ്ടൂ. ഇനി ഈ ഒരു സ്റ്റേജ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതിയാവും. പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കുമ്പോൾ ഡയറക്റ്റ് ഒഴിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതേപോലെ ഒരു തവി, ഈ ചെറിയ തവിയിൽ ഒരു തവിയാണ് വിനാഗിരി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഉപ്പ് കയറില്ല. അപ്പോൾ ഒരുപാട് ദിവസം, ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ പിണ്ടി ഒന്ന് കറക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വിനാഗിരി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിന് മുകൾ ഭാഗത്തുള്ള പാട വരുന്നതൊക്കെ ഒഴിവാക്കാം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വിനാഗിരി ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി. ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഇപ്പം നമ്മൾ കുപ്പിയിലാക്കി. ഇനി നമുക്കിത് നല്ല ടൈറ്റായി എടുത്തു വയ്ക്കാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ അച്ചാറിട്ടാലോ അല്ലെങ്കിൽ ഉപ്പിലിട്ടാലോ ഒക്കെ പൂപ്പിൽ വരും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്